വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം സീസൺ 6. അങ്ങനെ വീക്ക് തുടങ്ങിയതും തന്നെ പൂജയ്ക്ക് വയ്യാണ്ടായി. പൂജയ്ക്ക് നല്ല ഡിസ്ക് പെയിനായി. ഡിസ്കിന്റെ ഓൾറെഡി പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് അവരവരെ ഹെൽത്ത് ശ്രദ്ധിച്ചിരിക്കണം. ഗെയിമൊക്കെ ഉണ്ടാവും, അത് എൻഡ് പെയിൻ ആരാ സഹിക്കണേ എന്നുള്ളതും കൂടെ ഉണ്ടല്ലോ. നെക്സ്റ്റ് സിബിൻ ഇത് കണ്ടതും ഭയങ്കരമായിട്ട് ഡൗൺ ആയി വന്ന് എന്നെ ബിഗ് ബോസ് പുറത്ത് വിടുവോ, എനിക്ക് അങ്ങനെ ഒരു ട്രോമ ഉണ്ടായിരുന്നു. എന്ത് ട്രോമയാണെന്ന് അറിഞ്ഞില്ല, എന്തോ ട്രോമ ഉണ്ടായിരുന്നു. സോ എനിക്ക് പുറത്ത് പോകണം. ബിഗ് ബോസിന്റെ അലപ്പൊന്നും എനിക്ക് കേൾക്കാൻ പറ്റില്ല, നിങ്ങളുടെ അലപ്പൊന്നും കേൾക്കാൻ പറ്റില്ല. അപ്പൊ ഇതിനപ്പുറമും എന്തോ സംസാരിച്ചിട്ടുണ്ട്, അതൊക്കെ നമുക്ക് കട്ട് ചെയ്തു, എന്താന്നുള്ളത് കാണിച്ചില്ല. പിന്നെ ബിഗ് ബോസ് ഭയങ്കരമായിട്ട് സിബിനെ കൺവിൻസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇല്ല, ഇരിക്കാം, നിങ്ങൾക്ക് പറ്റും, സൈക്കോളജിസ്റ്റിന്റെ ഹെൽപ്പ് കൊണ്ട് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും എന്നൊക്കെ. സിബിൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ക്യാപ്റ്റൻസി മാറ്റി, ലൈക്ക് ജിൻഡോ ഹാസ് ടു ഗിവ് ഹിസ് ക്യാപ്റ്റൻസി ടു ദ ന്യൂ ക്യാപ്റ്റൻ ശ്രീതു. അങ്ങനെ ബാൻഡൊക്കെ കൊടുത്തു. ശ്രീതുവിന്റെ ഒരു ഭാഗ്യം, ക്യാപ്റ്റൻസി കിട്ടി. അപ്പൊ തന്നെ ഒരുത്തം പുറത്തു പോകണമെന്ന് നമ്മൾ ഒരുത്തി വയ്യാണ്ട് കിടന്നു. അവന്റെ പുറകെ നടക്കണമെന്ന് ഇന്നലെ പാവം ഇവൾക്കുള്ള ഒരു പണി. പിന്നെ ഇന്ററപ്റ്റ് ചെയ്യരുത്, ഇങ്ങനെ ഒരുപാട് സൗണ്ടിൽ സംസാരിക്കരുത്, അതിനുള്ള പണിഷ്മെന്റ് കൊടുക്കും എന്നൊക്കെ പറയണ്ടായിരുന്നു. നോക്കാം ക്യാപ്റ്റനായിട്ട് എന്ത് ചെയ്യും എന്നുള്ളത് നോക്കാം, ബിക്കോസ് ഇന്നലത്തെ അങ്ങനെ ആയിപ്പോയി. പിന്നെ പവർ ടീമിൽ ആള് കുറവാണല്ലോ. അപ്പോൾ പവർ ടീമിലേക്ക് കയറാൻ ആർക്കാണ് താല്പര്യം ചോദിച്ചപ്പോൾ 4 പേര് എണീറ്റു, വിച്ച് ഇസ് ജിൻഡോ, ഗബ്രി, നന്ദന, അഭിഷേക് എണീറ്റു. അപ്പോൾ അഭിഷേക് മീൻസ് അബി എണീറ്റു. ഒരാൾ അബിയും ഇനി ഒരാൾ അഭിഷേക്കുമാണല്ലോ. അപ്പോൾ എണീറ്റ് അപ്പോൾ ഒരു കഥ പറഞ്ഞിട്ട് അതിനുള്ള 5 ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അതിൽ വിൻ ചെയ്തത് ഗബ്രി വിത്ത് 3 ആൻസേഴ്സ് റൈറ്റ്. അപ്പൊ ഗബ്രി അങ്ങനെ വീണ്ടും പവർ റൂമിലേക്ക് ഭാഗ്യമുണ്ട് കേട്ടോ. അവന് എന്ത് തന്നെ ട്രോള് വന്നാലും എന്ത് തന്നെ പറഞ്ഞാലും എത്ര ഡൗൺ ആക്കിയാലും ഭാഗ്യമുണ്ട് തോന്നുന്നു. പിന്നെ ജാസ്മിനും ഗബ്രിയും ലൈറ്റ് തെറ്റുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് ഇല്ലാതില്ല. ലൈറ്റായിട്ട് അവർ തമ്മിൽ ഒരു ക്ലാഷ് വരുന്നുണ്ടായിരുന്നു, അത് നമ്മൾ ശ്രദ്ധിച്ചു. നെക്സ്റ്റ് വാസ് ദ നോമിനേഷൻ ടാസ്കിലെ ഡയറക്റ്റ് നോമിനേഷൻ ആയിട്ട് ഇവരെല്ലാവരും കൂടെ സെലക്ട് ചെയ്തത് റസ്മിൻ ബായാണ്. പിന്നെ പവർ ടീമും ക്യാപ്റ്റനും അല്ലാതെ എല്ലാവരും നോമിനേഷനിൽ വന്നു. അതാണ് അതിലൊരു ട്വിസ്റ്റ്. ഇതിലൊക്കെ ഒരു സംഭവം നമ്മൾ ശ്രദ്ധിക്കണം. സിബൻ ബിഗ് ബോസിനോട് മൈക്ക് ഊരി വെച്ചിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ പറയുന്നതൊന്നും ഞാൻ കേൾക്കില്ല, ഞാൻ ഇവിടുത്തെ ബിഗ് ബോസ് റൂൾസ് ഒന്നും ഞാൻ ഫോളോ ചെയ്യില്ല എന്ന് പറഞ്ഞ് മൈക്കൊക്കെ ഊരി വെച്ച് അവിടെ ഇരിക്കണം. പക്ഷെ നോമിനേഷനിലേക്ക് വിളിച്ചപ്പോൾ നോമിനേറ്റ് ചെയ്തോട്ടോ. ബിഗ് ബോസ് പറയുന്ന റൂൾസ് കേൾക്കണമെങ്കിൽ പിന്നെ എന്തിനാ നോമിനേറ്റ് ചെയ്യുന്ന? ആരോ എന്തോ ആയിക്കോട്ടെ, എനിക്കിവിടെ ഈ വീടും എനിക്കും ബന്ധമില്ല എന്ന് പറയുന്ന ആള് 2 പേരെ നോമിനേറ്റ് ചെയ്ത് അവര് പുറത്തു പോകണം. അതിനുള്ള ഒരു താല്പര്യമുണ്ട്, അത് മോശമായി. സിബിൻ കുറച്ചും കൂടെ നന്നായി കളിച്ചിരിക്കാം, ബിക്കോസ് ഹി ഈസ് വെരി സ്മാർട്ട്. നല്ല സ്മാർട്ടും നല്ല ബുദ്ധിയുമുണ്ട്. അതിനെ നെഗറ്റീവായിട്ട് ഉപയോഗിച്ചതും ഒരു തവണ ബിഗ് ബോസ് പറഞ്ഞ് ലാലേട്ടൻ പറയുമ്പോഴേക്കും ഇങ്ങനെ തളർന്ന ഗബ്രിയൊക്കെ എന്നേ വീട്ടിൽ നിന്ന് പുറത്താവേണ്ടതായിരുന്നു. എത്രയൊക്കെ ഗബ്രി, ജാസ്മിനൊക്കെ, എത്ര ജിൻഡോക്കെ എന്താ അത് അവസാനം പുറത്ത് വന്ന് വീണ്ടും അകത്ത് വന്ന പോലെയുള്ള ആൾക്കാരാണ്. ഇതൊന്നും ആവശ്യമില്ലായിരുന്നു. പിന്നെ ജിൻഡോനെ നല്ല ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെന്നെ ജിൻഡോനെ നോമിനേറ്റ് ചെയ്തു, അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ഇങ്ങനെ മൊത്തത്തിൽ അങ്ങനെ വലിയ സംഭവം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവൻ പോണു പറഞ്ഞിട്ട് മൊത്തം ക്യാമറ സ്പേസും സിബിന്റെ നേത്തായിരുന്നു. അത് മൈ ബി ക്യാമറ സ്പേസ് ആയിരിക്കാം, ചിലപ്പോൾ വീണ്ടും അകത്തന്നെ ഇരിക്കുമായിരിക്കാം, അറിയില്ല, നോക്കാം. പിന്നെ പവർ ടീമിലേക്ക് കയറാൻ ഇവരെ ഇങ്ങനെ പൂവൊക്കെ ഇട്ട് ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ച് വിളിക്കണമല്ലോ, അങ്ങനെ വിളിച്ചോണ്ട് വന്നു. സോ ദിസ് വാസ് ഹാപ്പനിങ് യെസ്റ്റർഡേ. പൂജ തിരിച്ചു വരുമെന്ന് അറിയില്ല, അത്രയ്ക്കും ഡിസ്കും ഇതൊക്കെ പെയിൻ ഉണ്ട്, എന്തെങ്കിലും ഒത്തിരി ഇളകാൻ വയ്യാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര, അതായത് ഡോക്ടേഴ്സ് എല്ലാവരും വീട്ടിനകത്ത് വന്നിട്ടാണ് കൊണ്ടുപോയത്. ഈ ഒരു ലെവലായി, എല്ലാവരും കൂടെ പൊക്കാൻ നോക്കിയിട്ടും പറ്റാതായി, സ്ട്രെച്ചറിലൊക്കെ വെച്ചിട്ടാണ് കൊണ്ടുപോയത്. സോ അതുപോലെ പെയിനായി. അപ്പോൾ ഇനി 2 കണ്ടസ്റ്റൻസ് വീണ്ടും പോകും തോന്നുന്നു. വൈൽഡ് കാർഡ് വന്ന് 2 കണ്ടസ്റ്റൻസും പോയാൽ എളുപ്പമായി പണി. നോക്കാം ഹൗ ഇറ്റ് ഗോസ്. ഈ പ്രാവശ്യത്തെ സീസൺ എന്തൊക്കെയോ മാറ്റിപ്പിടിക്കലായതുകൊണ്ട് എല്ലാം കൂടെ ഒത്തിരി ഞങ്ങൾ മാറുന്നുണ്ട്, മാറി പോകുന്നു. Keep watching Big Boss Malayalam Season 6 in Disney Plus Hotstar.